തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിൽ പ്രതിസന്ധി ആവശ്യത്തിന് സാങ്കേതിക വിദഗ്ധർ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിരവധി പ്രതിസന്ധികളാണ് ഉള്ളത്. ഒപ്പം 7 റേഡിയോഗ്രാഫർമാരെ ഡെപ്യൂട്ടേഷനിൽ വിട്ടതോടെ 24 മണിക്കൂർ സേവനമുള്ള റേഡിയോളജി വിഭാഗത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. എക്സ്റേ, സ്കാനിംഗ് അടക്കമുള്ളവയ്ക്കായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നുവെന്നും ആക്ഷേപം. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ശക്തമായ പ്രതിഷേധം ഒരു വശത്തുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലടക്കം പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒപ്പം വീണ്ടും അടിക്കടിക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇവിടെ ഈ റേഡിയോഗ്രാഫർമാർ ഇല്ലാത്തത് കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗം പ്രതിസന്ധിയാകുന്നു എന്നുള്ളൊരു വാർത്ത. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, വിവാദങ്ങൾക്കിടയിൽ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് റേഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. വേണ്ടത്ര ഉദ്യോഗസ്ഥർ, വേണ്ടത്ര ടെക്നീഷ്യന്മാർ ഈ റേഡിയോളജി വിഭാഗത്തിൽ ഇല്ല എന്നതാണ് ഇപ്പോൾ ആക്ഷേപമായിട്ട് ഉയരുന്നത്. നാമമാത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട്, ടെക്നീഷ്യന്മാരെ കൊണ്ടാണ് ഇപ്പോൾ നടത്തിപ്പ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങൾ, അതായത് എക്സ്റേ, സ്കാനിങ്, അതോടൊപ്പം CT സ്കാൻ, മാമോഗ്രാം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എത്തുന്നവർ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. 41 ടെക്നീഷ്യന്മാരാണ് നിലവിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. എന്നാൽ അതിൽ 7 പേർ ഡെപ്യൂട്ടേഷനിലുമാണ്. വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വിവിധ ആശുപത്രികളിൽ, അതായത് കോന്നി മെഡിക്കൽ കോളേജിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമായി ഡെപ്യൂട്ടേഷനിലാണ്. 7 പേർ കോന്നി മെഡിക്കൽ കോളേജിലും 2 പേർ ഇടുക്കി മെഡിക്കൽ കോളേജിലുമാണ്. കോന്നി, ഇടുക്കി മെഡിക്കൽ കോളേജുകളായിട്ടാണ് ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്നത്. ഇതുകൂടി വന്നതോടുകൂടി ആശുപത്രിയിലെ റേഡിയോളജി വിഭാഗത്തിൻ്റെ നില താളം തെറ്റുന്ന രീതിയിലേക്ക് എത്തി. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് മൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നു എന്നുമാണ് റേഡിയോളജി വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സംസ്ഥാനത്ത് തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന റേഡിയോളജി സംവിധാനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണവും ആവശ്യമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി, OP, അതോടൊപ്പം SAT, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ വിഭാഗങ്ങളിലെല്ലാം എക്സ്റേ, സ്കാൻ, അതോടൊപ്പം തന്നെ മാമോഗ്രാം അടക്കമുള്ള ഈ അടിയന്തര ആവശ്യങ്ങളുടെയൊക്കെ സേവനം ആവശ്യമാണ്. ആ സേവനം നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ ഇല്ല എന്നാണ് ഇപ്പോൾ പരാതിയായി വരുന്നത്. മാത്രമല്ല, അതിതീവ്രമായിട്ടുള്ള ഈ എക്സ്റേ കിരണങ്ങളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ പ്രവർത്തനം ഇങ്ങനെ ലീവില്ലാതെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അവധിയെടുക്കാതെയും അതോടൊപ്പം ഈ സമാനമായ സാഹചര്യത്തിൽ, പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്യുന്നതിനുള്ളൊരു വലിയ ബുദ്ധിമുട്ടും ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് അടിയന്തരമായിട്ട് ഈ നടപടി വേണം. ഉദ്യോഗസ്ഥരെ നിയമിക്കണം. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും അറിയാൻ കഴിയുന്നു. നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ച് 71 ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ 70-ന് മുകളിലേക്ക് ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ചുരുങ്ങിയ പക്ഷം വലിയ രീതിയിൽ ദോഷമല്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു പോവുകയുള്ളൂ. എന്നാൽ ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ എക്സ്റേ യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാനുപാതികമായിട്ടുള്ള ഒരു അന്നത്തെ തസ്തിക വെച്ചാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ 41 പേർ മാത്രമായി ചുരുങ്ങിയത്. അതിൽ 7 പേർ ഡെപ്യൂട്ടേഷനിലേക്ക് പോയതോടുകൂടി വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഉടൻ തന്നെ മറ്റ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയും ചെയ്യും. മാത്രമല്ല, ദിനംപ്രതി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. നമുക്ക് അറിയാം. കാരണം അപകടങ്ങളിലൂടെ ആയാലും ശരി, മറ്റ് വലിയ രീതിയിലുള്ള രോഗങ്ങൾ മൂലവും ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എത്തുന്നവർ നിരവധി പേരാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ പരിശോധിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആന്തരിക അവയവങ്ങളുടെ അടക്കം പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിലെല്ലാം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിലൊരു പ്രാധാന്യം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ രോഗികൾ കൂട്ടമായി എത്തുമ്പോൾ അവരെ പരിശോധിക്കുന്നതിന് ഈ റേഡിയോളജി വിഭാഗത്തിൽ ഇരിക്കുന്നത് മൂലം ദിവസങ്ങളോളം ടോക്കൺ ബുക്ക് ചെയ്ത് കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നുവെന്നും വിമർശനമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
തന്നെ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയും ചെയ്യുമെന്നും ആണ് അറിയാൻ കഴിയുന്നത്. റേഡിയോളജി വിഭാഗത്തിലെ 7 ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനിൽ പോയത് വലിയ പരാതിയും ഉയരുകയും ചെയ്യുന്നു. കാരണം 2 പേർ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിലേക്കാണെങ്കിൽ 7 പേർ കോന്നി മെഡിക്കൽ കോളേജിലേക്കാണ് ഡെപ്യൂട്ടേഷനിൽ പോയത്. ഡെപ്യൂട്ടേഷനിൽ കോന്നി മെഡിക്കൽ കോളേജിൽ പോയത് മന്ത്രി വീണ ജോർജിൻ്റെ ഒരു പ്രത്യേക ഒരു സമീപനം കൊണ്ട് അല്ലെങ്കിൽ നടപടി കൂടി കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മന്ത്രിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ഈ വിഷയത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഡെപ്യൂട്ടേഷനിൽ ഈ ഉദ്യോഗസ്ഥരെ വിട്ടതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊണ്ടുവരണമെന്നൊരു ആവശ്യം ആശുപത്രി അധികൃതർ അറിയിച്ചെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അതിന് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. ഇതോടുകൂടി അതായത് ആകെ 41 ജീവനക്കാരുള്ളതിൽ 7 പേർ ഡെപ്യൂട്ടേഷനിലൂടെ പോയതോടുകൂടി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഉണ്ടാകും. രോഗികൾക്കും ഇത് ബുദ്ധിമുട്ടാകും. കാരണം ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്ന സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജാണ്, സെൻട്രൽ ഓഫ് എക്സലൻസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു മെഡിക്കൽ കോളേജിൽ ഈ റേഡിയോളജി വിഭാഗം കൂടി പണിമുടക്കുകയാണെങ്കിൽ അത് ദുരിതം പേർന്നത് ഈ രോഗികൾ മാത്രമായിരിക്കുമെന്നാണ് ഈ നിമിഷം പറയാനുള്ളത്. വിഷ്ണു. യെസ്, അത് തന്നെയാണ്. എന്തായാലും പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.